മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിയേ, in a company the manager's salary is 5 times that of peon. The manager gets 40,000 rupees in a month. How much does a peon get a month? ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും? ഓക്കെ, അപ്പൊ എന്താണ് ഒരു കമ്പനിയിൽ മാനേജറുടെ സാലറി, മാനേജർ സാലറി എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? മാനേജേഴ്സ് സാലറി എന്ന് പറയുന്നത് എന്താടാ? മാനേജേഴ്സ് സാലറി ഈസ് 5 times ദാറ്റ് ഓഫ് പ്യൂൺ. ഓക്കെ, 5 times അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? 5 ഇരട്ടിയാണ്, 5 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 5 times 5 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 5 times എന്ന് പറഞ്ഞാൽ എന്താടാ? പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 5 times എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതിനെ 5 കൊണ്ട് ഗുണിക്കാന്നാണ് കേട്ടോ അർത്ഥം. അതായത് പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്, അല്ലെങ്കിൽ 5 times ആണ് എന്ന് പറഞ്ഞാൽ 5 into പ്യൂണിന്റെ ശമ്പളമായിരിക്കും. ഓക്കെ, പ്യൂണിന്റെ സാലറി അല്ലെങ്കിൽ പ്യൂണിന്റെ ശമ്പളമായിരിക്കും 5 into പ്യൂണിന്റെ ശമ്പളമായിരിക്കും. അപ്പൊ മാനേജർ സാലറി എന്താ പറഞ്ഞത്? 5 into പ്യൂണിന്റെ സാലറി ആയിരിക്കും. ഓക്കെ, മാനേജറുടെ ശമ്പളം സമം 5 ഗുണിക്കണം പ്യൂണിന്റെ ശമ്പളം എന്നായിരിക്കും. ഓക്കെ, ദെൻ നോക്കിയേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാനേജറുടെ സാലറി എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 40,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 40,000 is equal to എന്താണ്? 5 into പ്യൂണിന്റെ സാലറി ആയിരിക്കും. നോക്കിയേ, ദെൻ നമ്മളോട് ചോദിച്ചത് പ്യൂണിന് എത്ര രൂപ കിട്ടും എന്നാ ചോദിച്ചത്. പ്യൂണിന്റെ ശമ്പളമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്യൂണിന്റെ സാലറി അല്ലേ നമുക്ക് കണ്ട്. അപ്പൊ നമുക്ക് എന്താണോ അറിയാത്തത് അതിന് നമ്മൾ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണ്ടേ? അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കും? ഇനി പ്യൂൺ സാലറി എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുക്കും. ദെൻ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ആവൂടാ? 40,000 is equal to 5 into x എന്നാവൂലേ? 5 into x എന്നാവൂലേ? ഇല്ലേ? 5 into x എന്നാവൂലേ? പക്ഷേ എടാ ഈ ബീജഗണിതത്തിൽ അല്ലെങ്കിൽ ഓൾജിബ്രയിൽ അല്ലെങ്കിൽ ഇക്വേഷൻസിൽ 5 into x എന്ന് ഒരിക്കലും എഴുതൂല. ഓക്കെ, 5 into x എന്ന് ഒരിക്കലും എഴുതൂല. എങ്ങനെയാ എഴുതാന്ന് വെച്ചാൽ 5x എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, 5 ഗുണിക്കണം x എന്നാണെങ്കിൽ അതിനെ 5x എന്ന് മാത്രമേ എഴുതുള്ളൂ. അതുകൊണ്ട് തന്നെ 40,000 എന്തായിരിക്കും? 40,000 is equal to 5x ആയിരിക്കും. ഓക്കെ, 40,000 is equal to 5x ആയിരിക്കും. ദെൻ നോക്കിയേ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 5x is equal to 40,000 എന്ന് എഴുതാം അല്ലേ? വേണേ തിരിച്ചിട്ടും എഴുതാം. എക്സ് ആദ്യം കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ എക്സിന്റെ കൂടെ ഉള്ള 5നെ ഒഴിവാക്കണം അല്ലേ? എക്സിന്റെ കൂടെ ഉള്ള 5നെ ഒഴിവാക്കണം. അതായത് എടാ ഇവിടെ 5x എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഗുണിക്കണം x എന്നാണ് അല്ലേ? 5 into x എന്നാണ്. അപ്പൊ ഗുണിക്കണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ ഹരിക്കണം എന്നാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പൊ നോക്കിയേ, എക്സ് ഈക്വൽ ടു എന്താവും? 40,000 ഡിവൈഡഡ് ബൈ 5 എന്നാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 അതായത് എന്തായിരിക്കും? 40/5 എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും. അതായത് 8,000 ആയിരിക്കും എന്ത്? എക്സ്. അതായത് പ്യൂണിന്റെ ശമ്പളം, പ്യൂണിന്റെ സാലറി എന്തായിരിക്കും? എടാ 8,000 ആയിരിക്കും. എങ്ങനെയാ നമുക്ക് കിട്ടിയത്? 5xന്റെ 5നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 8,000 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. The travelers of a picnic split equally. The 5,200 rupees spent. Each gave 1,300 rupees. How many travelers were there? ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ചെലവായ 5,200 രൂപ തുല്യമായി വീതിച്ചു. ഓരോരുത്തരും 1,300 രൂപ കൊടുത്തു. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്? അതായത്
നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ. ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് 100 രൂപ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആയത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ചായ കുടിച്ചു. അഞ്ചാളുണ്ടായിരുന്നു കേട്ടോ. 5 ആളും ചായ കുടിച്ചു. 5 ആളും ചായയും പഴംപൊരി ആയിക്കോട്ടെ, ചായയും പഴംപൊരിയും കുടിച്ചു. അവസാനം അയാൾക്ക് എത്രയായി? 100 രൂപയായി. 100 രൂപയായി. ആ 100 രൂപ എന്ത് ചെയ്യണം? 100 രൂപ ഒരാൾ മാത്രം കൊടുക്കുമോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? 100 രൂപനെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. സ്പ്ലിറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഈക്വലി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇല്ലേ. ആ 100 രൂപനെ ഈക്വലി 100/5 ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 100/5 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? 20 അല്ലേ. അപ്പൊ 20 ഒരാൾ കൊടുക്കും, അടുത്ത ആൾ 20 കൊടുക്കും, അടുത്ത ആൾ 20 കൊടുക്കും, അടുത്ത ആളും 20 കൊടുക്കും. അങ്ങനെ 5 20കൾ ചേർന്നിട്ട് 100 രൂപ നിങ്ങൾ കടക്കാരന് കൊടുക്കും. അതല്ലേ നിങ്ങൾ ചെയ്യാറ്? അതുപോലെ തന്നെടാ ഇവിടെ പിക്നിക്കിന് പോയവരെന്താ ചെയ്തത്? 5200 രൂപയാണ് അവർക്ക് ആകെ ചെലവായത്. 5200 രൂപയാണ്. അപ്പൊ എന്താണ്? 1300 രൂപ ഓരോരുത്തരും കൊടുത്തപ്പോൾ നമ്മളുടെ ഈ നമ്മളുടെ ചായയും പഴംപൊരിന്റെയും കേസിൽ 5 ആൾക്കാർ 20 രൂപ കൊടുത്തപ്പോൾ എത്രയായി? 100 രൂപയായി. എങ്ങനെ നമ്മൾ കിട്ടിയത്? 5 ഗുണിക്കണം 20 ചെയ്തതാണ് അല്ലെ. 5 ആൾക്കാർ 20 കൊടുത്തിട്ടാണ് 100 രൂപ നമ്മൾ കടക്കാരന് കൊടുത്തത്. അതുപോലെ ഇവിടെ നമുക്ക് എത്ര ട്രാവലേഴ്സ് എന്ന് അറിയില്ല, നമ്പർ ഓഫ് ട്രാവലേഴ്സ് എന്ന് എഴുതല്ലേ. നമ്പർ ഓഫ് ട്രാവലേഴ്സ് എത്ര കൊടുത്തു? കൊടുത്തത് 1300 ഓരോരുത്തരും കൊടുത്തു. ഗുണിക്കണം 1300. എത്രയോ ഒരാൾക്കാർ 1300 കൊടുത്തപ്പം 5200 രൂപയായി എന്നാ പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ്? വിനോദയാത്രയ്ക്ക് പോയവരുടെ യാത്രക്കാരുടെ എണ്ണം ഇൻറ്റു 1300 സമം 5200 ആണ് അല്ലെ. ദെൻ നോക്കിയേ നമ്മൾ ആരെയാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്? യാത്രക്കാരുടെ എണ്ണത്തിനെയാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്? നമ്പർ ഓഫ് ട്രാവലേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്താ അടുത്ത് എഴുതാ? എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ട്രാവലേഴ്സ് അല്ലെ. നമ്പർ ഓഫ് ട്രാവലേഴ്സ്. അല്ലെങ്കിൽ എന്ത് എഴുതാം? യാത്രക്കാരുടെ എണ്ണം. യാത്രക്കാരുടെ എണ്ണം എന്താണ്? എക്സ് ആണ് അല്ലെ. എക്സ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? ഈ ഒരു ഇക്വേഷൻ എന്താവും? എക്സ് ഇൻറ്റു 1300 സമം 5200 എന്നാവും. അതായത് എക്സ് ഇൻറ്റു 1300 നമ്മളൊക്കെ എങ്ങനെ എഴുതാന്നാ പറഞ്ഞത്? 1300 എക്സ് 4 അല്ലേ. 1300 എക്സ് സമം 5200 ആണ്. ഇത് നമ്മൾ 1300 ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കുക? എക്സ് സമം 5200 ഗുണിക്കണം 1300 ആണ് അപ്പുറത്ത്. ഇങ്ങോട്ട് വരുമ്പോൾ അയാളുടെ സ്വഭാവം മാറൂലേ. എന്താവും? ഹരിക്കണം എന്നാവും. അപ്പൊ 1300 അതായത് എത്രയാണ്? 4 ആണ്. അതായത് യാത്രക്കാരുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാവലേഴ്സ് ഇൻ ദിസ് പിക്നിക് എന്ന് പറയുന്നത് എത്രയാടാ? 4 ആണ്. ഓക്കെ, 4 ആൾക്കാർ 1300 കൊടുത്തിട്ടാണ് എത്ര ആയത്? 5200 ആയത്. ഓക്കെ, ഇതിന് അടുത്ത് നോക്കിയേ. A number is divided by 21 gives 756. What is the number? അപ്പൊ എന്താണ്? ഏതോ ഒരു നമ്പർ. ഓക്കെ, നമ്പർ എന്തോ ചെയ്തു? ഡിവൈഡഡ് ബൈ 21 എന്ത് കിട്ടി നമുക്ക്? 756 കിട്ടിയെന്നാ പറഞ്ഞത്. ദെൻ നമ്പർ എത്രയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും? എക്സ് ബൈ 21 ഈസ് ഈക്വൽ ടു 756 ആവും. ദെൻ എന്തായിരിക്കടാ? ഈ ബൈ 21 അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ. നേരത്തെ ഗുണിക്കണമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുണിക്കണം എന്നുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ എന്തായി? ഹരിക്കണം എന്നായി, ഡിവൈഡഡ് ബൈ ആയി. അതുപോലെ ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഡിവൈഡഡ് ബൈ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നാവും. അതായത് എക്സ് ഈക്വൽ ടു 756 ഇൻറ്റു 21 എന്നാവും. ഓക്കെ, 756 ഇൻറ്റു 21 അതായത് 657. 2 6 12 1 ശിഷ്ടം ഉണ്ടാവും. ദെൻ 5 2 10 11 1 ശിഷ്ടം 7 2 14 15. യെസ്, 6 7 8 5 1 15876. എത്രയാണ് നമ്മളെ ആൻസർ? 15876 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. A number multiplied by 12
gives 756. What is the number? ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത്? അതായത് ഏതോ ഒരു നമ്പറിനെടാ ആ നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാ പറഞ്ഞത്? എന്താണ് കിട്ടിയത്? 756 കിട്ടിയെങ്കിൽ ഈ നമ്പർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഈ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എത്രയാണ്? താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, then bye bye.